ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊക്കോ പഴത്തിൽ നിന്നെങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇത് ഞങ്ങൾ വയലട പോയപ്പോൾ വാങ്ങിച്ച കൊക്കോ പഴമാണ്. അപ്പോൾ കൊക്കോ പഴത്തിന് അവർ 35 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതുപോലെ കൊക്കോ പഴം കട്ട് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ കൊക്കോ സീഡ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു കവറിങ് ഉണ്ട്, വൈറ്റ് കളറിലാണ് ആ കവറിങ് ഇരിക്കുന്നത്. ആ വൈറ്റ് പോർഷൻ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല മധുരവും പുളിയും കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ്. അപ്പം ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ബ്രൗൺ കളർ കാണുന്ന അതാണ് നമ്മുടെ കൊക്കോ പരിപ്പ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ സീഡ്സൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവറിങ് ഒക്കെ ഒഴിവാക്കി നമുക്ക് ഈ ബ്രൗൺ സീഡിനെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ ബ്രൗൺ സീഡ് എടുക്കാം. അല്ലെങ്കിൽ ഈ വൈറ്റോടൊക്കെ തന്നെ നന്നായിട്ട് ഉണക്കിയിട്ട് പിന്നെ ഉണങ്ങിയതിന് ശേഷം കവർ റിമൂവ് ചെയ്താലും മതി. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി സിമ്പിളെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടി കൊക്കോ സീഡ്സൊക്കെ എടുത്തൊരു ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ഉണക്കണം. അപ്പോൾ ഞാൻ 5 ദിവസമാണ് വെയിലത്ത് വെച്ചത് ഉണക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. ഇതുപോലെ വെയിലത്ത് വെക്കുക. എന്നിട്ട് അങ്ങനെ 5 ദിവസം വരെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും കിളികളൊന്നും കൊത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് എന്തെങ്കിലും വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു. അപ്പോൾ കൊക്കോ സീഡൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കടായിലോ നന്നായിട്ട് ചൂടാക്കുക. ഒരു 10 മിനിറ്റോളം ചൂടാക്കണം. ചൂടാക്കും തോറും ഇതിൻ്റെ കയ്പ്പ് കുറയാൻ നന്നായിട്ട് സഹായിക്കും. ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന കൊക്കോ പൗഡറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീഡിൽ ഒരു ബട്ടർ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്തോറും ആ ബട്ടർ പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി. കൊക്കോ ബട്ടറൊക്കെ നന്നായിട്ട് വെളിയിട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷുഗർ ആഡ് ചെയ്യണം. കാരണം നല്ല കയ്പ്പാണ് കൊക്കോന്. ഞാൻ ഫസ്റ്റ് ഒരു 1/2 ഗ്ലാസ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഒരു കൊക്കോ പഴത്തിന്. പക്ഷേ അതൊന്നും മതിയാവില്ല. ഞാൻ പിന്നെ ഒരു 1.5 ഗ്ലാസോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഗീ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വാനില എസൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നല്ല അടിപൊളി ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാട്ടോ ആഡ് ചെയ്തത്. അപ്പം നല്ല ഒരു ഫ്ലേവറായിരുന്നു. വാനില എസൻസിൻ്റെ ഫ്ലേവർ ഉള്ളതിനെ കൊണ്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു മോൾഡിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റിനെയൊക്കെ മാറ്റണം.
അപ്പം നമ്മൾ എല്ലാ കോളത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 hours വെയിറ്റ് ചെയ്യണം, ഒന്ന് ഫ്രീസ് ചെയ്യാം. അതിനുശേഷം റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗീ ആഡ് ചെയ്തതിനെ കൊണ്ട് മെൽറ്റിങ് കുറച്ച് കൂടുതലാണ്, ഫാസ്റ്റായിട്ട് തന്നെ മെൽറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഗീൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മോള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളിങ്ങനെ അമ്മ ആയോ റെഡി ആയോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.